ചിരിക്കാനും ഞാൻ വഴി കുറേ പേര് ചിരിക്കട്ടെ എന്ന്. എന്നെ വഴിയിൽ നിന്ന് കാണുമ്പോൾ ഒത്തിരി ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും സ്ത്രീകളും ഒക്കെ എന്തിനാ ചെറിയ 1ാം ക്ലാസ് തൊട്ടിട്ട് 90 വയസ്സ് വരെ ഫാൻസ് ഉണ്ട് എനിക്ക്. അപ്പോൾ പല കുറേ പേര് സ്പോർട്സ് പിള്ളേർ ഇഷ്ടപ്പെടുന്നു, ബിസിനസ് ഇഷ്ടപ്പെടുന്നവർ ഫാൻസ് ആയിട്ടുണ്ട്, ചാരിറ്റി, സ്പോർട്സ്, അങ്ങനെ പല എന്റർടൈൻമെന്റ് എല്ലാ മേഖലകളിലും പലരുമായിട്ട് ഉണ്ട്. ഇവരൊക്കെ എന്നെ കാണുമ്പോൾ പറയും, വഴിയിൽ നിന്ന് വന്നിട്ട് പറയും ഇത് നന്നായിട്ടുണ്ട് അത് നന്നായിട്ടുണ്ട് എന്നൊക്കെ പറയും. അപ്പോൾ അവരൊക്കെ എന്നെ എൻകറേജ് ചെയ്യുന്നുണ്ട്. അത് ആണ് പെണ്ണ് ഭേദമില്ല, അത് ഓപ്പൺ ആയിട്ട് എൻ്റെ അടുത്ത് വന്ന് പറയും. ചിലവരൊക്കെ പറയും ഈ ഡയലോഗ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി എന്ന് പറയും. അപ്പോൾ ഒരുപാട് പേര് അങ്ങനെ പറയുന്നു. ഇത് ഇഷ്ടപ്പെടാത്ത കുറേ പേര് എയർ പിടിച്ച് നടക്കുന്നവരുണ്ട്. ഒരുവിധം ഒരു ഫ്ലൈറ്റിൽ കയറുകയാണെങ്കിൽ 100 പേരുണ്ടെങ്കിൽ 90 പേരും എന്നെ കൈ കാണിച്ചും വർത്താനം പറഞ്ഞു പോകും. ട്രെയിനിൽ കയറിയാലും വഴി കണ്ടാലും 10% ആൾക്കാർ എയർ പിടിച്ച് ഞാനാണ് മഹാൻ, എല്ലാം അറിയുന്നവൻ, തികഞ്ഞതെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടാവും. ചിലപ്പോൾ അവർ അങ്ങനെ ആയിരിക്കാം. അപ്പം നമുക്ക് എല്ലാവരും നമ്മളെ ഇഷ്ടപ്പെടണം എന്ന് നിർബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ ശ്രമിച്ചു നോക്കാം. നമുക്ക് ഞാനെന്താ ഭീകരനോ കൊലപാതകയോ അല്ലെങ്കിൽ വീരപ്പനൊന്നല്ലല്ലോ, ഒരു മനുഷ്യനല്ലേ നിങ്ങളെ പോലെ. അപ്പൊ നമുക്ക് അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ സ്നേഹിച്ച് മുമ്പോട്ട് പോവാം, അത്രേ ഉള്ളൂ. എയർ പിടുത്തൊന്നും ആവശ്യമില്ല. 100% യോഗ്യനും മാതൃകാപരവുമായിട്ടുള്ള ഒരു പുരുഷനാണെങ്കിൽ മാത്രമേ നമുക്ക് വിരൽ ചൂണ്ടി മറ്റൊരാളോട് കുറ്റപ്പെടുത്താൻ പറ്റുള്ളൂ. അതുകൊണ്ട് നമ്മൾ 100% ഒന്നല്ല. ഇതെന്താ പറയാ, ഈ കേസ് കൊടുത്ത ആളെ പോലെ നടക്കല്ലത്. പാവങ്ങളെ മനസ്സറിഞ്ഞ് സഹായിക്കുന്ന ഒരു മനുഷ്യനാണ് ബോച്ചെ. അല്ലാതെ മറ്റുള്ളവരെ പോലെ പണം ഉണ്ടാക്കി അവനവൻ്റെ കാര്യം മാത്രം നോക്കി നടക്കുന്ന ഒരാളല്ല. പിന്നെ ഈ വെള്ളിയും ഡ്രസ്സ് ഇട്ട് നടക്കാന്ന് പറഞ്ഞത് അത് അദ്ദേഹം എന്താ പറയുക, ഈ ഗാന്ധിജി നടക്കുന്ന പോലെ, അതേപോലെ മദർ തെരേസയൊക്കെ നടക്കുന്ന പോലെ കാലാകാലം ഇത്ര വലിയ കോടീശ്വരനാ. ഏതായാലും എത്രയോ ഡയമണ്ട് പതിച്ച ഡ്രസ്സ് ഇട്ട് നടക്കേണ്ടവനാ. പക്ഷെ എങ്ങനെ നടക്കുന്നത്? പാവപ്പെട്ടവരൊപ്പം നടക്കാൻ വേണ്ടിയിട്ടാ. നന്മയുള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ഉദ്ദേശം അന്ന് ഇന്നൊക്കെ വിളിക്കുന്നത് മാർക്കറ്റിംഗ്, സെയിൽസ്, പ്രൊമോഷന് വേണ്ടിയാണ്. അത് അവരോട് പറഞ്ഞിട്ടാണ് വിളിക്കുന്നത്. അതിന് തന്നെയാണ് വിളിച്ചിട്ട്. ആ ഉദ്ദേശം മാത്രം തന്നെ ഉണ്ടായിട്ടുള്ളൂ. അത് വിട്ടിട്ട് വേറൊരു ഉദ്ദേശം അങ്ങനെ ഒന്നും ഉള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിനെക്കുറിച്ച് ഒരു അറിവും എനിക്കില്ല. അറിയില്ല എനിക്ക് അതിനെക്കുറിച്ച്. ഇത് കോടതിയിൽ ഇരിക്കുന്ന കാര്യമായതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ചൊന്നും കൂടുതലായിട്ട് പറയാനില്ല. ഇല്ല, ബിസിനസ്സിനെ ബാധിച്ചിട്ടില്ല. ഇപ്പോഴാണ് കുറച്ച് നേരത്തെ വിളിച്ചപ്പോൾ ബിസിനസ്സുകളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അതിനൊന്നും ബാധിച്ചിട്ടില്ല. നമ്മുടെ കസ്റ്റമേഴ്സും ഷെയർ ഹോൾഡേഴ്സും എല്ലാവരും വളരെ പോസിറ്റീവായിട്ട് നമ്മൾ സപ്പോർട്ട്, ആ വിശ്വാസത്തിൽ തന്നെ നിൽക്കുന്നുണ്ട്. ഹായ്, ഹലോ, നമസ്കാരം. നമ്മൾ കുറച്ച് ദിവസമായിട്ട് ബോബി ചെമ്മണ്ണൂരിന്റെ ഹണി റോസിന്റെ കാര്യങ്ങളൊന്നും കേൾക്കുന്നില്ലല്ലേ. കാരണം ബോബി ചെമ്മണ്ണൂർ ജയിലിൽ നിന്ന് ഇറങ്ങുമ്പോഴത്തേന് നമ്മുടെ കേരളത്തിൽ മറ്റൊരു ട്രെൻഡ് ഓടിക്കൊണ്ടിരിക്കുകയായിരുന്നു, സമാധി ട്രെൻഡ്. അത് കാരണം മെയിൻ മീഡിയകളും സോഷ്യൽ മീഡിയകളും എല്ലാ ആളുകളും ആ ഒരു ഏരിയയിൽ ചുറ്റിപ്പറ്റി നിന്നു. ബോബി ചെമ്മണ്ണൂർ ഇറങ്ങുന്നതോ അല്ലെങ്കിൽ ബോബി ചെമ്മണ്ണൂർ വണ്ടിയെ കയറുന്നതോ വീട്ടിലേക്ക് പോകുന്നതോ ഇതൊന്നും ആർക്കും എടുക്കാൻ സമയം കിട്ടിയില്ല. കാരണം ട്രെൻഡ് വേറെയാണല്ലോ. എന്തായാലും സാരമില്ല, ഇച്ചിരി താമസിച്ചിട്ടായാലും ബോബി ചെമ്മണ്ണൂർ ഇറങ്ങിയതിന് ശേഷം ഒരു ഇന്റർവ്യൂ വെളി വന്നിട്ടുണ്ട്. അതിൽ ബോബി ചെമ്മണ്ണൂർ കുറച്ച് കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. ഇനി ഒരിക്കലും ബോബി ചെമ്മണ്ണൂർ പൊതുവേദികളിൽ ഒരിടത്തും ഡബിൾ മീനിങ് ഉപയോഗിക്കത്തില്ല. എന്തുകൊണ്ടാണ് ഇതിനു മുമ്പ് അദ്ദേഹം ഡബിൾ മീനിങ് ഉപയോഗിച്ച് സംസാരിച്ചത്? അത് എന്തായിരുന്നു? പുള്ളിയുടെ ഉദ്ദേശം എന്തായിരുന്നു? അതുപോലെ തന്നെ നമ്മുടെ ഹണിച്ചേച്ചി ഒരു പോസ്റ്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. പുതിയ ഉദ്ഘാടനം. ഈ ഒരു കേസ് വന്ന സമയത്ത് എല്ലാവരും പറഞ്ഞു ഹണി റോസിന് ഇനി ഒരിക്കലും ഉദ്ഘാടനം എന്ന് പറയുന്ന സാധനം കിട്ടത്തില്ല, ഉദ്ഘാടനവും ഇല്ല, സിനിമയില്ല, അവരുടെ കരിയർ തന്നെ നശിച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അങ്ങ് പാലക്കാട് കൊല്ലങ്കോട് നിന്നിട്ട് ഹണിച്ചേച്ചിക്ക് ഒരു കോള്, ഒരു ഉദ്ഘാടനം ഉണ്ട്, വരാമോ ചെയ്യാമോ എന്ന്. ഒന്നും നോക്കില്ല, അപ്പോഴേ ഓക്കെ പറഞ്ഞു. അപ്പൊ തന്നെ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കിട്ടു. ആ പോസ്റ്റ് ചില ആളുകൾക്കിട്ട് കൊള്ളട്ടെ എന്ന് കരുതിയിട്ട് തന്നെ ഹണിച്ചേച്ചി ഇട്ടതാണെന്നാണ് എന്റെ ഒരു വിശ്വാസം. പക്ഷെ ഹണിച്ചേച്ചിക്ക് ഭയങ്കര വലിയ പണിയാണ് കിട്ടിയത് ആ ഒറ്റയൊരു പോസ്റ്റ് കൊണ്ട് തന്നെ. എന്താണെന്നുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് വീഡിയോയിലൂടെ കാണാം. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കിക്കോളൂ. ബോബി ചെമ്മണ്ണൂറും ഹണി റോസിന്റെ യുദ്ധം അത് ഏകദേശം കഴിഞ്ഞു എന്നാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ ഇത് ഇവിടം കൊണ്ടൊന്നും അവസാനിച്ചില്ല. കാരണം കഴിഞ്ഞ ദിവസം ഹണി റോസ് തന്റെ FB പോസ്റ്റിൽ ഒരു പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു വീഡിയോ ആണ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതായത് ഈ ഒരു പ്രശ്നങ്ങൾക്ക് ശേഷം ആദ്യമായിട്ട് ഹണി റോസ് ഒരു ഉദ്ഘാടനത്തിന് പോകുന്നു എന്ന് അറിയിച്ചുകൊണ്ടുള്ള ഒരു ചെറിയ വീഡിയോ ആണ് പുള്ളിക്കാരത്തി അപ്ലോഡ് ചെയ്തിരുന്നത്.
അതില് ഏത് കടയുടെ ഉദ്ഘാടനമാണെന്നൊക്കെ അവർ പറയുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇത് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നത് ആദ്യമായിട്ടാകാനാണോ എന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. കാരണം ഞാൻ ഇതുവരെയും അവരവരുടെ വീഡിയോ പോകുന്ന കടകളുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെയൊന്നും ചെയ്യാറുള്ളത് ഞാൻ കണ്ടിട്ടില്ല. ഇനി എന്റെ ശ്രദ്ധയിൽപ്പെടാത്തതാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ഇത് അങ്ങനെ കണ്ടിട്ടില്ല. എന്തായാലും ഈ ഒരു വീഡിയോ പുള്ളിക്കാരത്തെ ഇപ്പം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് പിന്നിലും റീസൺ തന്നെ ഉണ്ടാകും. അത് നമുക്ക് എല്ലാവർക്കും അറിയാലോ. എന്തായാലും ഈ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് നിമിഷങ്ങൾക്കകം തന്നെയാണ് ഈ ഹണി റോസിനെ 8ന്റെ പണി കിട്ടിയിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ ഒലവക്കോട് 20 വർഷമായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന അഞ്ജലി ഇലക്ട്രോണിക്സ് ഫർണിച്ചർ ആൻഡ് മൊബൈൽസ് നവീകരിച്ച ഷോറൂം ഈ വരുന്ന 20-ാം തീയതി കാലത്ത് 10 മണിക്ക് ഉദ്ഘാടനം ചെയ്യുന്നു. ഇതായിരുന്നു നമ്മുടെ ഹണി റോസ് പോസ്റ്റ് ചെയ്തിരുന്നത്. ഒരു വീഡിയോ സഹിതമാണ് പുള്ളിക്കാരത്തി പോസ്റ്റ് ചെയ്തിരുന്നത്. 6 ലക്ഷത്തിൽ പരം ആളുകൾ അത് കണ്ടിട്ടുണ്ട്. അതുപോലെ 4000 കമന്റ്സുകളാണ് വന്നിട്ടുള്ളതും. പിന്നെ ഒരു 9000-ത്തിന് അടുപ്പിച്ച് ലൈക്കും റിയാക്ഷനും അവരുടെ പല രീതിയിലുള്ള റിയാക്ട് ആണ് വന്നിട്ടുള്ളത്. അപ്പം ഇതാണ് സംഭവം നടന്നിരിക്കുന്നത്. ഈ 4000 കമന്റ്സും പുള്ളിക്കാരത്തിക്ക് എതിരെ തന്നെയാണ്. അതിലെ കുറച്ച് കമന്റ്സുകൾ മാത്രമാണ് ഇത്തിരി സപ്പോർട്ട് ഉണ്ടെങ്കിലും ബാക്കി ഭൂരിപക്ഷം കമന്റുകളും ഹണി റോസിനെ വിമർശിച്ചുകൊണ്ടുള്ള കമന്റുകൾ തന്നെയാണ്. ലൈംഗിക അധിക്ഷേപവും ബോഡി ഷേമിംഗും നടത്തിയെന്ന് നടി ഹണി റോസിന്റെ പരാതിയിൽ കഴിഞ്ഞ ദിവസം വ്യവസായി ബോബി ചെമ്മണ്ണൂർ അറസ്റ്റിലായിരുന്നല്ലോ. 5 ദിവസത്തോളം ജയിലിൽ കഴിഞ്ഞ ബോബി ചെമ്മണ്ണൂരിനെ ചൊവ്വാഴ്ചയാണ് ഹൈക്കോടതി ഉപാധികളോട് ജാമ്യം അനുവദിച്ചത്. ഈ സംഭവം കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചയുമായിരുന്നു. സംഭവത്തിൽ ഹണി റോസിനെ പിന്തുണച്ച് നിരവധി പേര് വന്നിട്ടുണ്ടായിരുന്നുവെങ്കിലും അത് പിന്നീട് മാറുകയായിരുന്നു. എന്നാൽ ഹണി റോസിന്റെ വസ്ത്രധാരണത്തെ ചോദ്യം ചെയ്ത ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചും ചിലർ രംഗത്തും വന്നിരുന്നു. ആക്ടിവിസ്റ്റായ രാഹുൽ ഈശ്വരും ഓൾ കേരള മെൻസ് അസോസിയേഷനും എല്ലാം ബോബി ചെമ്മണ്ണൂരിനെ പിന്തുണച്ചിരുന്നു. താൻ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന പുതിയ കടയുടെ വിശേഷങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഹണി റോസ് പോസ്റ്റ് ചെയ്തപ്പോൾ ആ വീഡിയോയ്ക്ക് താഴെ വിദ്വേഷ കമന്റുകൾ ഇടുകയാണ് ആരാധകർ. ആരും ഉദ്ഘാടനത്തിന് വരില്ല എന്നും ഒറ്റയ്ക്ക് ഉദ്ഘാടനം ചെയ്താൽ മതി എന്നുമാണ് പലരും കമന്റ് ചെയ്തിരിക്കുന്നത്. ആ കട അധികം വൈകാതെ പൂട്ടിപ്പോകും എന്നാണ് മറ്റൊരാളുടെ കമന്റ്. ഏതോ പാവത്തിന് ജയിലിൽ കിടക്കാൻ യോഗമുണ്ട്, ആ ഷോപ്പ് സമാധിയായി, അന്തസ്സുണ്ടെങ്കിൽ ആരും പോകരുത് എന്നിങ്ങനെയാണ് കമന്റുകൾ തുടരുന്നത്. ആണത്തമുള്ള ഒരുത്തരും കാണില്ല നിന്റെ ഉദ്ഘാടനം കാണാൻ, അഥവാ ഉണ്ടെങ്കിൽ അത് കൂവാനായിരിക്കും. ആ കട 8 നിലയിൽ പൊട്ടട്ടെ എന്നും ആശംസിക്കുന്നു എന്നാണ് ഒരു പ്രൊഫൈലിൽ നിന്ന് വന്ന മറ്റൊരു കമന്റ്. ജനങ്ങൾക്ക് ഉപകാരമുള്ള ബോബി സാറിനെ പോലുള്ളവർ നാടിന് ആവശ്യമാണ്. നാടിന് ഒരു ഉപകാരം ഇല്ലാത്തവർ ഉദ്ഘാടനം ചെയ്യുന്ന വ്യവസായ സ്ഥാപനങ്ങൾ ബഹിഷ്കരിക്കുക. പാവങ്ങളെ സഹായിക്കാൻ മുന്നോട്ട് വരുന്നത് ഇവളല്ല, ബോബിയാണ്. അപ്പോൾ ഈ കടയുടെ കാര്യം ഒരു തീരുമാനമായി. ആരും പോകാതിരിക്കരുത്, പക്ഷേ അവിടുത്തെ സാധനം വാങ്ങരുത് എന്നാണ് മറ്റു ചിലർ കമന്റ് ചെയ്തിരിക്കുന്നത്. അതേസമയം ഹൈക്കോടതിയിൽ നിന്ന് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയ ശേഷമാണ് ബോബി ചെമ്മണ്ണൂരിന് ജാമ്യം ലഭിച്ചത്. സമാനമായ കേസുകളിൽ ഉൾപ്പെടരുതെന്നും ജാമ്യ വ്യവസ്ഥകൾ ലംഘിച്ചാൽ മജിസ്ട്രേറ്റ് കോടതിക്ക് ഇടപെടാമെന്നടക്കമുള്ള ഉപാധികളോടെയാണ് ഹൈക്കോടതി ജാമ്യം അനുവദിച്ചത്. അന്വേഷണ ഉദ്യോഗസ്ഥൻ ആവശ്യപ്പെടുമ്പോഴൊക്കെ ഹാജരാകണമെന്നും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കണമെന്നാണ് ഹൈക്കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നത്. പോലീസ് ചുമത്തിയ കുറ്റങ്ങൾ പ്രഥമ ദൃഷ്ട്യാ നിലനിൽക്കുമെന്നും കോടതി ചൂണ്ടിക്കാട്ടിയിരുന്നു. ജാമ്യം ലഭിച്ചതിനു ശേഷവും പുറത്തിറങ്ങാൻ വിസമ്മതിച്ച ബോബിക്കെതിരെ കർശന വിമർശനമാണ് കോടതി ഉയർത്തിയത്. പണത്തിന്റെ ഹുങ്ക് ജുഡീഷ്യറിയോട് വേണ്ട എന്നും കോടതി പറഞ്ഞിരുന്നു. ഇതിനിടയിൽ ബോബി ചെമ്മണ്ണൂർ, അതായത് ഹണി റോസ് ബോബി ചെമ്മണ്ണൂർ കേസിലെ ബോബി ചെമ്മണ്ണൂരിനെ അതിരൂക്ഷമായി വിമർശിച്ചുകൊണ്ടാണ് ബിഗ് ബോസ് താരമായ അഖിൽ മാരാർ രംഗത്ത് വന്നത്. ഹണി റോസിനെ കുന്തി ദേവി എന്ന് വിളിച്ചത് കൊണ്ട് മാത്രമല്ല ബോബി ചെമ്മണ്ണൂരിനെ പോലീസ് അറസ്റ്റ് ചെയ്തത്, കേസിൽ ബോബിക്ക് കോടതി ജാമ്യം നിഷേധിച്ചതെന്നാണ് അഖിൽ മാരാർ കുറിച്ചത്. നടി ഹണി റോസ് ബോബി ചെമ്മണ്ണൂരിന് മാത്രമല്ല രാഹുൽ ഈശ്വറിനെതിരെ പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ. അപ്പം ഹണി റോസിനെതിരായുള്ള അധിക്ഷേപ പരാമർശങ്ങളിൽ ഇപ്പോൾ രാഹുൽ ഈശ്വറിനെതിരെയും കേസെടുത്തിരിക്കുന്നത് യുവജന കമ്മീഷനാണ്. ദിശ എന്ന ഒരു സംഘടന നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കേസ്. സ്ത്രീത്വത്തെ നിരന്തരമായി വാർത്താ ചാനലുകളിലൂടെ അപമാനിക്കുകയും സ്ത്രീ വിരുദ്ധമായ പരാമർശങ്ങൾ പ്രചരിപ്പിക്കുന്നതായും ചൂണ്ടിക്കാണിച്ചാണ് ദിശ പരാതി നൽകിയത്. അതിജീവിതയെ ചാനൽ ചർച്ചയിൽ അവമാനിക്കുന്ന പാനലിസ്റ്റുകളെ ചർച്ചയിൽ പങ്കെടുപ്പിക്കരുത് എന്നാണ് യുവജന കമ്മീഷൻ അധ്യക്ഷനായ ഷാജനും ആവശ്യപ്പെട്ടത്. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തിയെന്ന് ചൂണ്ടിക്കാട്ടി നടി ഹണി റോസും നേരത്തെ രാഹുൽ ഈശ്വറിനെതിരെയും പരാതി നൽകിയിരുന്നു. അറസ്റ്റ് സാധ്യത മുന്നിൽ കണ്ട് രാഹുൽ കോടതിയിൽ മുൻകൂർ ജാമ്യം തേടുകയും ചെയ്തിരുന്നു. ഹണി റോസിന്റെ വസ്ത്രധാരണത്തിൽ ഉപദേശം നൽകുക മാത്രമാണ് താൻ ചെയ്തതെന്നും ഹണി റോസിനെ അധിക്ഷേപിച്ചിട്ടില്ല എന്നുമാണ് ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വറിന്റെ വാദം. ആർക്കെതിരെയും സൈബർ അധിക്ഷേപം പാടില്ല എന്നാണ് തന്റെ നിലപാടെന്നും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ ഈശ്വറും പറഞ്ഞിരുന്നു. എന്നാൽ കോടതി ആ ഒരു ജാമ്യത്തിന് പരിഗണിച്ചില്ല. കാരണം ഈ ഒരു കേസ് ഇതുവരെ പോലീസ് എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്.